കുറച്ച് ഉള്ളിയും മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ചെറിയ സൈസിലുള്ള ഉള്ളിയാണെങ്കിൽ ഒരു 3-4 എണ്ണം എടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഉള്ളി വടക്കൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, നല്ല തിന്നായിട്ട് സ്ലൈസാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ആക്കി എടുക്കുക. അപ്പം നല്ല കനം കുറച്ച് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ ഇതാ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. അതായത് എല്ലാം ഒന്നിച്ചുള്ളതൊക്കെ ഒന്ന് ഒറ്റയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങനെ തന്നെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കേ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ചില്ലി ഫ്ലേക്സും പച്ചമുളകും ഇല്ലേ, അത് നല്ല സ്പൈസിയാണ്, അതുകൊണ്ടാണ് മുളക് പൊടിയൊന്നും ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ നമുക്കൊരു 1/2 കപ്പ് ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ടാണ് കിട്ടേണ്ടത്. അതായത് ഒട്ടും ലൂസായി പോകാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്തപ്പോൾ തന്നെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു 4 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഒനിയൻ പാൻ കേക്ക് 4 എണ്ണം ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പുറം ഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ശാലോ ഫ്രൈ ആണ്. അപ്പോൾ ഇത്രയും ഓയിലൊക്കെ മതിയാവും. നല്ലൊരു ഗോൾഡൻ കളർ പുറം ഭാഗത്ത് നല്ല ഉള്ളിയൊക്കെ നല്ല മുരിഞ്ഞു വരുന്നവരെ നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉൾഭാഗത്ത് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. അതുവരെ നമുക്കിത് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഒട്ടും തീ കൂട്ടിക്കൊടുക്കരുത്. തീ കൂട്ടിക്കൊടുത്താൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറും, പക്ഷേ ഉൾഭാഗത്ത് കുക്കായി കിട്ടില്ല. അപ്പോൾ ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ പുറം ഭാഗം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഒനിയൻ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.